ഓണം വാരാഘോഷത്തിന് തിരിതെളിയിച്ച കനകക്കുന്നിൽ ഉത്സവ പതാക ഉയർന്നു. ടൂറിസം സാംസ്കാരികം സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് തുടക്കമായി. ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കനകക്കുന്നിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ G. സ്റ്റീഫൻ MLA, ടൂറിസം വകുപ്പ് ഡയറക്ടർ അഞ്ജന M, അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ്, വിവിധ കമ്മിറ്റികളിലെ വൈസ് ചെയർമാൻമാർ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിശാഗന്ധിയിൽ കേരളത്തിൻ്റെ ടൂറിസം ഓണം വാരാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 6 മണി മുതൽ പത്മഭൂഷൺ ശോഭനയുടെ നൃത്താവതരണം ഉണ്ടാകും. 7 മണി മുതൽ ഹരിശങ്കറിൻ്റെ സംഗീത വിരുന്നുണ്ടാകും. അങ്ങനെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ കലാവിരുന്നുണ്ടാകും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കനകക്കുന്നിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ പായസ മത്സരം രുചി വൈവിധ്യം കൊണ്ട് ശ്രദ്ധ നേടി. വാഴപ്പിണ്ടി പായസം തയ്യാറാക്കിയ കുടുംബശ്രീ യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. മലബാർ ട്രഡീഷണൽ ഏത്തപ്പഴ പായസം, ഇളനീർ പായസം, ചക്കക്കുരു പ്രഥമൻ എന്നിവയൊരുക്കിയ കാസർഗോഡ് സ്വദേശി ഷിഫ ഫാത്തിമ 2ാം സ്ഥാനം കരസ്ഥമാക്കി. പാചകത്തിൽ തഴക്കവും പഴക്കവും വന്ന അമ്മമാരോടും കുടുംബശ്രീ പ്രവർത്തകരോടും ഒപ്പം മത്സരിച്ച കടലപ്പായസവും ഉണ്ടാക്കി. സൂര്യകാന്തി വേദിയിൽ നടന്ന ചടങ്ങിൽ ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ MP നിർവഹിച്ചു. ലോകത്തെവിടെയെങ്കിലും ഓണമെന്നാൽ ഓണസദ്യയാണ്. മാവേലി ആഗ്രഹിച്ചത് തന്നെയാണ് നമ്മുടെ സർക്കാരും നൽകുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവർക്കും സമൃദ്ധിയുമാണ് ഓണത്തിന്റെ സന്ദേശമെന്നും MP പറഞ്ഞു. എനിക്ക് ഓണത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് സന്തോഷമുള്ളത് എല്ലാ മലയാളികളും പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവലാണ്. ഏത് മതം, ഏത് ജാതി, ഏത് ഭാഗമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒന്നും പ്രശ്നമല്ല. എല്ലാവർക്കും ഒരേ സ്നേഹം, ഒരേ സന്തോഷം. പുതിയ കുപ്പായങ്ങൾ ഇടുന്നത്, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്, നല്ല ആഹാരം കഴിക്കുന്നത്, നല്ല സദ്യ കഴിക്കുന്നത്, ഇതന്നെയാണ് ഓണത്തിൻ്റെ ഓർമ്മകൾ. എല്ലാവരും കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. മാവേലി ആഗ്രഹിക്കുന്നതും നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ സർക്കാർ ആഗ്രഹിക്കുന്നതും എന്താണ്? ഒരേ സാധനം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ നാട്ടിൽ ഒരുപോലെ ജീവിക്കണം. എല്ലാവർക്കും ഒരു പങ്കെടുക്കുന്നൊരു സമൃദ്ധി ഉണ്ടാവണം. അതല്ലേ മാവേലി ആവശ്യപ്പെട്ടത്. അത് കാണാനല്ലേ മാവേലി എല്ലാ വർഷവും തിരിച്ചു വരും നമ്മുടെ ഇടയിൽ. ഇരിക്കുന്നു മാവേലി. തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ നിർവഹിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.